നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തിയത് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്. അർജന്റീന ടീം നവംബറിൽ കേരളത്തിലേക്കില്ല. കാലതാമസം പരിഗണിച്ച് നവംബറിലെ മത്സരം മാറ്റിവെച്ചെന്ന് സ്പോൺസർമാർ. നവംബറിൽ സ്പെയിനിൽ പരിശീലനത്തിന് പോകുമെന്ന് അർജന്റീന ടീം. നവംബർ 14-ന് അങ്കോളയുമായുള്ള സൗഹൃദ മത്സരം. എതിരാളിയെ നിശ്ചയിച്ച ആസ്ട്രേലിയയും കേരളത്തിലേക്കില്ലെന്ന് സൂചന. PM ശ്രീയിലിടഞ്ഞ CPIയെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുൻപ് അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കം. മുഖ്യമന്ത്രിയും LDF കൺവീനർ നേരിട്ട് ചർച്ച ചെയ്യും. പിന്മാറാതെ സമവായമില്ലെന്ന നിലപാടിൽ ഉറച്ച CPIയിലെ ഒരു വിഭാഗം പ്രഖ്യാപിച്ചതിനും ഒരാഴ്ച മുന്നേ കരാർ ഒപ്പിട്ടതിലും കടുത്ത അതൃപ്തി. PM ശ്രീ പദ്ധതിയിലെ സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറാതെ വിദ്യാഭ്യാസ വകുപ്പ്. നടപടികളിലേക്ക് കടക്കേണ്ടെന്ന് തീരുമാനം. SSK ഫണ്ടിന് പ്രപ്പോസൽ സമർപ്പിക്കും. 971 കോടി നൽകുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. PM ശ്രീയിൽ മറ്റ് നിയമസഭകളിലെ CPM നിലപാട് പരിശോധിക്കാൻ CPI. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള നിയമസഭയിലെ നിലപാട് പരിശോധിക്കും. CPM MLA-മാരുടെ പ്രസംഗമടക്കം പരിശോധിക്കാൻ നീക്കം. വിഷയം ദേശീയ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന്. 29-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക അന്തിമമാക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഉണ്ടായേക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബർ 1 മുതൽ. SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. കാസർഗോഡും കണ്ണൂരും യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യത. ജലനിരപ്പ് ഉയരുന്നതിനാൽ ഡാമുകളിൽ റെഡ് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. തലസ്ഥാനത്തെ ഞെട്ടിച്ച കഴക്കൂട്ടം ഹോസ്റ്റൽ പീഡനക്കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ്. ബെഞ്ചമിനുമായി പോലീസ് മധുരയിലേക്ക് പുറപ്പെടും. മധുരയിലുള്ള ബെഞ്ചമിന്റെ ലോറി പിടിച്ചെടുക്കും. പ്രതി മോഷണം നടത്തിയ വീടുകളിലും തെളിവെടും. ഹാൽ സിനിമയുടെ ഉള്ളടക്കം പുറത്തായതിൽ ഗൂഢാലോചന സംശയിച്ച സംവിധായകൻ. മൂന്നാം കക്ഷി ഉള്ളടക്കം അറിയുന്നത് എങ്ങനെയെന്ന ചോദ്യം. ഹൈക്കോടതി അനുകൂല തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷയെന്ന വീര. ഇന്ന് സിനിമ കാണാൻ ഹൈക്കോടതി. ന്യൂസ് ക്യാപ്സ്യൂൾ പൂർണ്ണമാവുകയാണ്. ന്യൂസ് മോർണിംഗിൽ അമൃതയും സേഫും.